വൃക്ക രോഗബാധിതയായ വീട്ടമ്മയുടെ കണ്ണീരൊപ്പാൻ ഒരു കൂട്ടം നന്മ മനസ്സുകൾ ഒന്നിക്കുന്നു. പതിയൂർ സ്വദേശിനി തങ്കമണിയുടെ ജീവൻ നിലനിർത്തുന്നതിനായാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ സൽക്കർമ്മ സൽക്കാരം സംഘടിപ്പിക്കുന്നത്. വൃക്കബാധിതയായ വീട്ടമ്മയുടെ കണ്ണീരൊപ്പാനാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ സൽക്കർമ്മ സൽക്കാരം സംഘടിപ്പിക്കുന്നത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് രാമപുരം കീരിക്കാട് സന്തോഷ് ഭവനത്തിൽ ശിവൻകുട്ടിയുടെ ഭാര്യ തങ്കമണിയെ സഹായിക്കാനാണ് സൽക്കർമ്മ സൽക്കാരം നടത്തുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് പത്തിയൂർ പഞ്ചായത്തിന് 21-ാം വാർഡിൽ രാമപുരം ടൊയോട്ട ഷോറൂമിനോട് പടിഞ്ഞാറ് വശം സന്തോഷ് ഭവനിൽ തങ്കമണി ടീച്ചറിന്റെ വീട്ടിലാണ്. തങ്കമണി ടീച്ചർ എന്ന് പറയുമ്പോൾ വർഷങ്ങളായി ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ ഒരു അംഗനവാടി ടീച്ചറാണ്. പക്ഷേ രോഗം അങ്ങനെ തങ്കമണി ടീച്ചറെ ഇപ്പോൾ തളർത്തിയിരിക്കുകയാണ്. ഒരു വർഷമായി ടീച്ചറിന്റെ വൃക്ക രണ്ടും തകരാറിലായി ചികിത്സയിലാണ്. 2 മാസക്കാലത്തോളം തിരുവല്ലൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വന്നു. നമുക്കറിയാം, രോഗം ഉണ്ടായാൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ എത്ര മിടുക്കലും മണ്ടലും ധനവാനും ദരിദ്രരും ഒക്കെ ആണെങ്കിൽ പോലും വല്ലാത്ത തകർച്ചയിലേക്ക് പോകും. തങ്കമണി ടീച്ചറിന്റെ അവസ്ഥ അത്തരത്തിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഈ ടീച്ചറെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കരുതലിച്ചൂട് കൂട്ടായ്മ പണ്ടും പല സമയങ്ങളും നടത്തിക്കൊണ്ടിരുന്ന സൽക്കർമ്മ സൽക്കാരം വീണ്ടും ഈ ഫെബ്രുവരി 1-ന് ഞായറാഴ്ച 2 മണി മുതൽ ഈ വീട്ടിന്റെ മുമ്പിൽ ചെറിയ പന്തലൊക്കെ ഇട്ട് ഞാൻ നടത്തുകയാണ്. ഭക്ഷണത്തിന്റെ രുചിയോ വലിപ്പമോ ഒന്നുമല്ല ഈ സൽക്കർമ്മമാവുന്നത്. നമ്മൾ സൽക്കാരങ്ങൾ പല വിധത്തിൽ കണ്ടിട്ടുണ്ട്. വലിയ ആഘോഷപൂർവമായ ലക്ഷങ്ങൾ ചിലവാക്കിയുള്ള സൽക്കാരങ്ങളിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ കരുതലിച്ചൂട് കൂട്ടായ്മ നടത്തുന്ന സൽക്കർമ്മമായി മാറുന്നത് ഇത്തരം രോഗികളെ സഹായിക്കുവാൻ, വീടില്ലാത്തവർക്ക് വീട് വെക്കുവാൻ, പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ സൽക്കാരങ്ങൾ ക്രമീകരിക്കുന്നത്. തീർച്ചയായും കരുതലിച്ചൂട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ഫെബ്രുവരി 1-ന് നടത്തുന്ന സൽക്കർമ്മ സൽക്കാരം ഒരു സൽക്കർമ്മമാകുവാൻ നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. ആരും ഇതിന് ഉപേക്ഷയായി സ്വീകരിക്കരുത്. ഒത്തിരി പേർ തങ്കമണി ടീച്ചറെ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള അയൽക്കാർ, ബന്ധുക്കളൊക്കെ ഒത്തിരി പേർ സഹായിച്ചിട്ടുണ്ട് എന്ന് നന്ദിയോടെ ടീച്ചർ വന്നപ്പോഴേ ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ആ സഹായം ഒന്നും തന്നെ ടീച്ചറിന്റെ ചികിത്സയ്ക്ക് പരിഹാരമാവുന്നില്ല. ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യുമ്പോൾ തന്നെ 5000-6000 രൂപയോളം ചെലവ് വരും. തീർച്ചയായും ഈ സൽക്കാരം സൽക്കർമ്മമാക്കുവാൻ നിങ്ങൾ എല്ലാവരെയും 1-ാം തീയതി സന്തോഷ് ഭവൻ ടൊയോട്ട ഷോറൂമിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള റോഡിൽ കൂടി 100 മീറ്റർ വന്നാൽ മതി ഈ വീട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും. തീർച്ചയായും ഈ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ടീച്ചറിന്റെ ഈ വീഡിയോയിൽ വെക്കും. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം. 60 വയസ്സുള്ള തങ്കമണിയുടെ 2 വൃക്കകളും തകരാറിലായിരിക്കുകയാണ്. ആഴ്ചയിൽ 2 ഡയാലിസിസുകൾ ചെയ്താണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. അംഗൻവാടി അധ്യാപികയായ തങ്കമണിക്ക് ഇതുമൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുമാണ്. ഈ നിർധന കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുന്ന കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി അറിഞ്ഞ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിലാണ് ഇവരെ സഹായിക്കാനായി ഫെബ്രുവരി 1-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ശിവൻകുട്ടിയുടെ ഭവനത്തിന് സമീപം സൽക്കർമ്മ സൽക്കാരം സംഘടിപ്പിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.